കുംഭമേളയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളായിരിക്കും ഇനി വരുന്ന റീലുകൾ. ഏറ്റവും കൂടുതൽ വന്ന ആദ്യത്തെ ചോദ്യം, കുംഭമേള എന്ന് വരെയുണ്ട്? ഫെബ്രുവരി 26 വരെ പ്രയാഗ്രാജിലെ കുംഭനഗരിയിലാണ് കുംഭമേള നടക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, പ്രയാഗ്രാജിൽ എങ്ങനെ എത്താം? നേരിട്ടുള്ള ട്രെയിനുകൾ ബുക്ക്ഡ് ഔട്ട് ആയതുകൊണ്ടും ഫ്ലൈറ്റുകൾ പലതും വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടും പ്രയാഗ്രാജിന്റെ 150 കിലോമീറ്റർ ചുറ്റളവിൽ പെടുന്ന ഈ സ്ഥലങ്ങളിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നോ ടാക്സിയോ ബസ്സോ പിടിച്ച് അവിടെ എത്തുന്നതാണ് നല്ലത്. ഇനി താമസം, നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ടാത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്. കുംഭനഗരിയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ടെന്റ് അടിക്കാം. ഇത് കൂടാതെ സർക്കാർ വക ഡോർമെട്രികളും സൗജന്യ വിശ്രമ സ്ഥലങ്ങളുമുണ്ട്. അവിടെയുള്ള ആശ്രമങ്ങളും ധർമ്മശാലകളും ധാരാളം ടെന്റുകളും ഡോർമെട്രികളും ഒരുക്കിയിട്ടുണ്ട് തുച്ഛമായ നിരക്കിൽ. ഇനി അതൊന്നും അല്ലെങ്കിൽ എന്നെ പോലെ വാരാണസിയിലോ മറ്റെവിടെയെങ്കിലും നിന്നിട്ട് വൺ ഡേ ട്രിപ്പായിട്ട് പ്രയാഗ്രാജിൽ വന്നു പോകാം. ഇനി അടുത്ത ചോദ്യം, ഒരുപാട് നടക്കേണ്ടി വരുമോ? വീക്കെൻഡുകൾ, ഷാഹിസ്ഥാൻ ദിവസങ്ങളായ ഫെബ്രുവരി 3, 26 എന്നീ ദിവസങ്ങളിൽ 20 കിലോമീറ്റർ ദൂരെ വണ്ടി നിർത്തി അവിടുന്ന് നടക്കേണ്ടി വരും. അല്ലാത്ത ദിവസങ്ങളിൽ 2 കിലോമീറ്റർ ദൂരെ ഷെയർ ഓട്ടോ നിങ്ങൾക്ക് നിർത്തിത്തരും. ബാക്കി കുംഭനഗരി മുഴുവൻ നിങ്ങൾ നടന്ന് തന്നെ കാണും. ഒറ്റയ്ക്ക് പോകുന്നവർക്ക് സീനയില്ല. ഓല ബൈക്ക് റൈഡുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കുംഭനഗരിയിലോട്ട് പോകുന്ന 2 വീലറിന് കൈ കാണിച്ചാൽ അവർ നിർത്തി നമ്മളെ കയറ്റി കൊണ്ടുപോകുള്ളൂ. ഇനി അടുത്ത ചോദ്യം, എത്രമാത്രം സേഫ് ആണ്? സ്പെഷ്യൽ ഫോഴ്സും ആർമിയും ഉത്തർപ്രദേശിലെ സകല പോലീസുകാരും അവിടെയുണ്ട്. ഇവർ ഹൈലി എഫിഷ്യന്റും അലേർട്ടും. തിരക്കുള്ള ഏതൊരു സ്ഥലത്ത് എടുക്കേണ്ട പ്രിക്കോഷൻസും ഇവിടെയും എടുക്കണം. അത്രേ ഉള്ളൂ. ഇനി ബാക്കി ചോദ്യങ്ങൾക്കുള്ള മറുപടി അടുത്ത റീലിൽ.